തോരാ മഴപ്പെയ്ത്തിൽ ശനിയാഴ്ച ഉച്ചയോടെ വെള്ളത്തിൽ മുങ്ങിയ ഗുരുവായൂർ നഗരം ശനിയാഴ്ച വൈകുന്നേരത്തോടെ തന്നെ സാധാരണ നിലയിലായി. വെള്ളക്കെട്ട് മൂലം ശനിയാഴ്ച ഉച്ചയ്ക്ക് പല റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. എന്നാൽ മഴ തെല്ലൊന്നു കുറഞ്ഞതോടെ മണിക്കൂറുകൾക്കകം തന്നെ നഗരം പഴയ സ്ഥിതിയിലായി. എന്നാൽ ഇതേ സമയം ഗുരുവായൂർ പ്രളയത്തിലാണെന്ന മട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും അധികം വെള്ളമുയർന്ന ഇടങ്ങളിൽ ഒന്നായ മമ്മിയൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഞായറാഴ്ചയിലെ കാഴ്ച ഇങ്ങനെയാണ്. കടകളിലേക്ക് വെള്ളം കയറുകയും റോഡ് വെള്ളത്തിൽ മുങ്ങുകയും ചെയ്ത സ്ഥലമായിരുന്നു കൈരളി ജംഗ്ഷൻ. വലിയ തോതിലാണ് ഇവിടെ വെള്ളം ഉയർന്നത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് കാഴ്ച. ഗുരുവായൂർ തെക്കേ നടയിലും ശ്രീവത്സത്തിന് മുന്നിലുമെല്ലാം വെള്ളം വൻതോതിൽ ഉയർന്നിരുന്നു. എന്നാൽ ഞായറാഴ്ച ഈ പ്രദേശം കണ്ടാൽ ഇങ്ങനെയൊരു വെള്ളക്കെട്ട് ഉണ്ടായതിൻ്റെ സൂചനകൾ പോലുമില്ല. ശനിയാഴ്ച വെള്ളക്കെട്ടിന് മധ്യത്തിലായിരുന്നു ശ്രീകൃഷ്ണ ഹൈസ്കൂൾ. സ്കൂൾ കെട്ടിടം ഒരു ദ്വീപ് പോലെയാണ് നിന്നിരുന്നത്. ഇവിടെയും ഇപ്പോൾ വെള്ളം കയറിയതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. ഗുരുവായൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം നിലച്ചുപോയ ഇടമായിരുന്നു തൈക്കാട് ജംഗ്ഷൻ. ഇവിടെ കടകളിലേക്കും വെള്ളം കയറി. എന്നാൽ ഇവിടെയും ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിയാണ്. വെള്ളക്കെട്ട് രൂക്ഷമായ മറ്റൊരിടമായിരുന്നു മാവിൻചുവട്. പോലീസ് എത്തിയാണ് ഇവിടെ ഗതാഗതം നിയന്ത്രിച്ചത്. ഇവിടെ പൂർണ്ണമായും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു. വെള്ളക്കെട്ടിൽ രക്ഷകരായി എത്തുന്ന ഫയർഫോഴ്സിന്റെ ആസ്ഥാനം തന്നെ ശനിയാഴ്ച വെള്ളക്കെട്ടിലായിരുന്നു. ഇവിടെയും വെള്ളം പൂർണ്ണമായി ഇറങ്ങി. എപ്പോഴും പെയ്തു തുടങ്ങിയേക്കാവുന്ന മഴയ്ക്ക് കരുതലെന്ന വണ്ണം ഡിങ്കി വെള്ളവുമായി വെള്ളക്കെട്ടിന്റെ ഓർമ്മപ്പെടുത്തലായി ഫയർഫോഴ്സ് വാഹനം ഇവിടെ നിൽക്കുന്നുണ്ട്. മഴയൊന്ന് ശമിച്ചതോടെ ഗുരുവായൂരിലെ വെള്ളമിറങ്ങി എല്ലാം സാധാരണ മട്ടിലായെങ്കിലും ഗുരുവായൂർ പ്രളയത്തിൽ ഒറ്റപ്പെട്ട നിലയിലാണ് എന്ന രീതിയിലാണ് ചിലർ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നത്. മഴ മാറിയത് അനുഗ്രഹമായെങ്കിലും ഇനിയും ഇത്തരം വെള്ളക്കെട്ട് രൂപപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ അധികൃതർ തേടേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ശനിയാഴ്ചയിലെ തീവ്ര മഴ നൽകുന്ന പാഠം.